ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി. ഇടുക്കി കുട്ടിക്കാനത്താണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ 12,500 ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രെഡിൽ ഓസ്ട്രേലിയയിലെ AXL സിസ്റ്റംസ് ഡയറക്ടർ നിക് ലാൻകുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിൽ എത്തിയത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു. ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം, വളപ്രയോഗം, കളനശീകരണം, വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളെക്കാൾ ചെലവ് കുറച്ചുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. In Australia, and I'm sure in many countries, we are using helicopters for various reasons. It could be for the spraying, it could be for monitoring, it could be for also cattle management as well. Our aim with Axel drones with India and the global in Australia is to help reduce the amount of reliance on helicopters. ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ, കാർഷിക സംരംഭ മേഖലകളിലെ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇത് ജസ്റ്റ് റാൻഡംലി ഒരു സാധനമല്ല, ഇതൊരു കോർഡിനേറ്റഡ് സിസ്റ്റമാണ്. ലൈറ്റ്, സ്ട്രോബ് ലൈറ്റ്, അതുപോലെ സൗണ്ട് സിസ്റ്റംസ്, ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഡെമോ ആണ്. ഫാം, കൃഷിയിട നിരീക്ഷണം, ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം, പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സൽ ഡ്രോണിന്റെ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതിയെന്ന് ഡാവിൻ പ്രെഡിൽ, നിക് ലാൻകുബ എന്നിവർ പറഞ്ഞു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.